ഷിരൂർ ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് ഒരു വർഷം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനടക്കം 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗംഗാവലി പുഴയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും ലോറിയും കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷനുണ്ട്. അനഘ, ഇന്നും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മ തന്നെയാണ്. തീർച്ചയായും രാഖി, അത് മലയാളികളെ സംബന്ധിച്ച് ഈ ദിവസം അർജുൻ എന്ന് പറയുന്ന ആ 30 വയസ്സുകാരൻ, ആ യുവാവ് ഒരിക്കലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. ഇതേ ദിവസമായിരുന്നു, അതായത് കോഴിക്കോട് കണ്ണാടിക്കൽ എന്ന വീട്ടിൽ നിന്ന് 30 വയസ്സുകാരൻ അർജുൻ അമ്മയോടും കുഞ്ഞിനോടും ഭാര്യയോടും ഒക്കെ മടങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് ആ വീട്ടിലേക്ക് എത്തുന്ന വാർത്ത ഈ ഷിരൂരിലുള്ള മണ്ണിടിച്ചിലിൽ അർജുനും ലോറിയും അകപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു. ആദ്യ ദിവസം ഒക്കെ തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ കർണാടക സർക്കാർ ഈ മണ്ണ് മാറ്റി ഇവരെ പുറത്തെടുക്കാനുള്ള ഒരു നടപടിയും അന്ന് കൈക്കൊണ്ടിരുന്നില്ല. മാത്രമല്ല, അന്ന് കുടുംബം ഉന്നയിച്ചിരുന്ന ആ ലോറിക്കകത്ത്, ക്യാബിനകത്ത് അർജുനുണ്ട്, അർജുൻ സുരക്ഷിതനായിരിക്കും, ജീവനുണ്ട്, അർജുന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള പ്രതീക്ഷയിലായിരുന്നു കുടുംബം. വീണ്ടും 2 ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല, മണ്ണ് മാറ്റുന്നില്ല. വലിയൊരു മണ്ണിടിച്ചിൽ ദുരന്തമായിരുന്നു ഉണ്ടായിരുന്നത്. അർജുൻ അടക്കം 11 പേർ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്നീടാണ് ഈ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കർണാടക സർക്കാരുമായി നേരിട്ട് ഇടപെട്ടു. അതിനുശേഷം ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥനയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടായിരുന്നു പിന്നീട് കർണാടക സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. JCB മണ്ണുമാന്തി യന്ത്രം എത്തുന്നു. ആ മണ്ണിൽ നിന്ന് അർജുന് വേണ്ടി കേരളവും കോഴിക്കോടും ഒക്കെ തന്നെ അർജുന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുടുംബത്തിന് അർജുൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല എന്നായിരുന്നു ആ ഒരു സങ്കട വാർത്ത ഉൾക്കൊള്ളേണ്ടി വന്നു. പിന്നീട് അതിനുശേഷം നീണ്ട 1-2 അല്ല 71 ദിവസം നീണ്ടു നിന്ന ഒരു ദീർഘകാലത്തെ രക്ഷാദൗത്യം. അതിനുശേഷം 71ാമത്തെ ദിവസമാണ് ഈ മണ്ണിനടിയിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും ആ ക്യാബിനകത്ത് നിന്ന് അർജുനെയും കണ്ടെത്തുന്നത്. അതിനുശേഷം ആ ഒരു ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു നിമിഷം കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച, സങ്കടത്തിലാക്കിയ ഒരു നിമിഷമായിരുന്നു. അതായത് അർജുന്റെ ലോറിക്കകത്ത് നിന്ന് അർജുന് ലഭിക്കുന്നു. അർജുൻ മകന് വേണ്ടി കളിക്കാൻ വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങൾ അടക്കമായിരുന്നു ആ ക്യാബിനകത്ത് നിന്ന് പുറത്തേക്ക് കണ്ടത്. ഏറെ സങ്കടത്തോടെ മലയാളികൾ ഒന്നടങ്കം അർജുൻ എന്ന ചെറുപ്പക്കാരനെ സഹോദരനെ പോലെ, മകനെ പോലെ ഏറ്റെടുത്ത നിമിഷങ്ങളായിരുന്നു. അർജുന് വേണ്ടി പ്രാർത്ഥനകൾ നടന്നു. അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി വലിയ രീതിയിൽ കാത്തിരുന്നു. പക്ഷെ ആ കാത്തിരിപ്പൊക്കെ കാത്തിരിപ്പിനൊക്കെ ഒരു പ്രതീക്ഷ മങ്ങുന്ന പോലെയായിരുന്നു ആ ദിവസം നമ്മൾ കേട്ട വാർത്ത. അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന വാർത്ത. കുടുംബം ഏറെ സങ്കടത്തോടെ കണ്ണ് നനയിച്ചുകൊണ്ടായിരുന്നു ഈ വാർത്ത കേട്ടിരുന്നത്. അതിനുശേഷം കോഴിക്കോട്ടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുന്റെ മൃതശരീരം എത്തിക്കുന്നു. ആ സമയം പിന്നീട് ഈ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി അർജുൻ എന്ന 30 വയസ്സുകാരനെ വീടിനോട് ചേർന്ന് തന്നെ ശവസംസ്കാരമൊക്കെ തന്നെ നടത്തുന്നു. ഈ അർജുൻ എന്ന് പറയുന്നത് 1-2 ദിവസം നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലല്ല, 71 ദിവസം ഒരു ജീവന് വേണ്ടി, ആ ജീവന് മൃതദേഹാവശിഷ്ടമെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് തങ്ങൾക്ക് തിരികെ വേണമെന്ന കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യം. അതുപോലെ മലയാളികൾ, ഒരു മലയാളിക്ക് ഏതെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാൻ മലയാളികളായിട്ടുള്ളവർ ഉണ്ട്. ജാതിഭേദം, മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് അർജുന് വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ടി 71 ദിവസമാണ് രക്ഷാദൗത്യം നടന്നത്. അതിനുശേഷമാണ് നമുക്ക് അർജുൻ എന്ന ആ ചെറുപ്പക്കാരന്റെ മൃതദേഹാവശിഷ്ടമെങ്കിലും ലഭിച്ചത്. അർജുന്റെ കുടുംബം അന്ന് പറഞ്ഞ, അർജുന്റെ അമ്മ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും അറിയണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും അറിയേണ്ടിയിരുന്നില്ല എന്നത്. അമ്മ ആ കണ്ണീരോടെ പറഞ്ഞ വാക്ക് ഇപ്പോഴും കണ്ണാടിക്കലിലെ ആ വീട്ടിലുണ്ട്. ഈ സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് മുൻപോട്ട് അവർക്ക് ഒരു ഘട്ടത്തിൽ പോലും അർജുനെ മറക്കാനോ അല്ലെങ്കിൽ ആ ഓർമ്മകളിലാണ് ഇന്ന് ആ കുടുംബം ജീവിക്കുന്നത്. രാഖി, എന്തായാലും ഈ അർജുൻ മലയാളികൾക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത് ആർക്കെങ്കിലും
എവിടെയെങ്കിലും ഒരു മലയാളിക്ക് എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ടായി ചോദിക്കാനുണ്ടാകും, പറയാനുണ്ടാകും, ഒപ്പം നിൽക്കുമെന്നൊരു പാഠമാണ് അർജുൻ നമുക്കെല്ലാവർക്കും നൽകുന്നത്. അർജുന്റെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ട്. കോഴിക്കോട്ട് കണ്ണാടിക്കലിനെ സംബന്ധിച്ച് അതൊരു നൊമ്പരമായി ഉണ്ടാകും. അതത്ര വേഗം കാലം ഇനി എത്ര കഴിഞ്ഞാലും ആ ഓർമ്മ മായ്ച്ചു കളയാൻ കഴിയില്ല എന്നതാണ് രാഖി. ശരി അനഘ, ഷിരൂരിലെ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 ആണ്ട് എന്നുള്ളതാണ്.